അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള A4 അറബിക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് കേരളത്തിലെ അറബി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തുന്ന സ്കോളർഷിപ്പ് പരീക്ഷയായിട്ടുള്ള അൽമാഹിർ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട ഹൈസ്കൂൾ ലെവൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്കിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ടീച്ചർ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിൻ്റെ 3 ഭാഗങ്ങൾ, ആദ്യത്തെ 3 ഭാഗങ്ങൾ ടീച്ചർ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവർ ടീച്ചറുടെ ചാനലിൽ കയറിയിട്ട് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അതിൽ കൊടുത്തിട്ടുള്ള ചോദ്യങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് നമ്മുടെ 4ാം ഭാഗത്തിലേക്ക് കടക്കാം. ഇതിലെ അൽ-മഅരിഫത്തുൽ ആമ അഥവാ GK ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഒന്നാമത്തെ ചോദ്യം നോക്കൂ. മാഹിയ ആസിമത്തു അൽ മംലക്കത്തുൽ അറബിയ അസ്സഊദിയ. സൗദി അറേബ്യയുടെ ക്യാപിറ്റൽ ഏതാണ്, തലസ്ഥാനം ഏതാണ് എന്നാണ് ചോദ്യം. ഉത്തരം റിയാദ് ആണ്. 142ാമത്തെ ചോദ്യം. മാഹിയ ആസിമത്ത് ഖത്തർ. ഖത്തറിൻ്റെ തലസ്ഥാനം എവിടെയാണ് എന്നാണ് ചോദ്യം. ഉത്തരം ദോഹയാണ്. ദോഹയാണ് ഖത്തറിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. 143ാമത്തെ ചോദ്യം. ആസിമത്ത് ഫറൻസ. ഫ്രാൻസിൻ്റെ ക്യാപിറ്റൽ ഏതാണ്, തലസ്ഥാനം ഏതാണ് എന്നാണ്. ഉത്തരം പാരീസ് ആണ്. 144ാമത്തെ ചോദ്യം. മാഹിയ ആസിമത്ത് ഇറാഖ്. ഇറാഖിൻ്റെ തലസ്ഥാനം എവിടെയാണ് എന്നാണ്. ഉത്തരം ബാഗ്ദാദ് ആണ്. 145ാമത്തെ ചോദ്യം. സ്വൻആ ആസിമത്തുൽ ലിബലദി. ലിബലദി ഡാഷ്. സ്വൻആ എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ്. അത് ഏത് രാജ്യമാണ് എന്നാണ് ചോദ്യം. ഉത്തരം യമനാണ്. യമനിൻ്റെ തലസ്ഥാനമാണ് സ്വൻആ എന്നുള്ളത്. 146ാമത്തെ ചോദ്യം. മാഹിയ ഉംലത്തു ദൗലത്തുൽ കുവൈത്ത്. കുവൈത്തിൻ്റെ നാണയം ഏതാണ് എന്നാണ് ചോദ്യം. ഉത്തരം ദീനാറാണ്. ദീനാറാണ് കുവൈത്തിൻ്റെ നാണയം എന്നുള്ളത്. അടുത്ത ചോദ്യം. ഉംലത്തു ദൗലത്തി ഖത്തർ. ഖത്തറിൻ്റെ നാണയം ഏതാണ് എന്നാണ്. ഉത്തരം റിയാലാണ്. അടുത്ത ചോദ്യം നോക്കൂ. ഉംലത്തുൽ ഇമാറാത്തിൽ അറബിയത്തിൽ മുത്തഹിദ. UAEയുടെ നാണയം, UAEയിൽ ഉപയോഗിക്കുന്ന നാണയം ഏതാണ് എന്നാണ് ചോദ്യം. ഉത്തരം ദിർഹമാണ്. 149ാമത്തെ ചോദ്യം. മാഹിയ ഉംലത്തുൽ ഹിന്ദ്. ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന നാണയം ഏതാണ്, ഇന്ത്യയുടെ നാണയം ഏതാണ് എന്നാണ്. ഉത്തരം റൂപിയ രൂപയാണ് ഇന്ത്യയുടെ നാണയം എന്നുള്ളത്. 150ാമത്തെ ചോദ്യം. ഉംലത്തുൽ വിലായത്തുൽ മുത്തഹിദ അൽ അമേരിക്കിയ. അമേരിക്കയിൽ ഉപയോഗിക്കുന്ന, അമേരിക്കയുടെ നാണയം ഏതാണ് എന്നാണ്. ഉത്തരം ഡോളറാണ്. 151ാമത്തെ ചോദ്യം. അയ്യു ദൗലത്തിൻ ലൈസത്ത് ലഹ ഈദുൽ ഇസ്തിഖ്ലാൽ. ഈദുൽ ഇസ്തിഖ്ലാൽ ഇല്ലാത്ത അഥവാ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാത്ത രാജ്യം ഏതാണ് എന്നാണ്. ഉത്തരം അൽ ബരീത്തോനിയ. ബ്രിട്ടനാണ് യോമുൽ ഇസ്തിഖ്ലാൽ ഇല്ലാത്ത രാജ്യം എന്നുള്ളത്. 152ാമത്തെ ചോദ്യം. മൻ ഹുവ മുഖ്തരി ഉൽ ഹാത്തിഫ്. ഫോണിൻ്റെ, ഹാത്തിഫിൻ്റെ കണ്ടുപിടുത്തക്കാരൻ അഥവാ അത് കണ്ടുപിടിച്ചത് ആരാണ് എന്നാണ് ചോദ്യം. ഉത്തരം അലക്സാണ്ടർ ഗ്രഹാംബെല്ലാണ്. അദ്ദേഹമാണ് ഫോൺ കണ്ടുപിടിച്ചിട്ടുള്ളത് കേട്ടോ. 153ാമത്തെ ചോദ്യം. മനില്ലദി ഇഖ്തറ അൽ ഹാസൂബ്. ആരാണ് ഹാസൂബ് അഥവാ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത് എന്നാണ്. ഉത്തരം ചാൾസ് ബാബേജ്. 154ാമത്തെ ചോദ്യം. മനില്ലദി ഇഖ്തറ റേഡിയോ. റേഡിയോ കണ്ടുപിടിച്ചത് ആരാണ് എന്നാണ്. ഉത്തരം മാർക്കോണിയാണ് റേഡിയോ കണ്ടുപിടിച്ചത്. അടുത്ത ചോദ്യം നോക്കൂ. അൽ ഹർബ് വസ്സിൽ. വാർ ആൻഡ് പീസ് എന്നുള്ളത് റിവായത്തുൻ, അതൊരു നോവലാണ്. റോസിയത്തുൻ, ഒരു റഷ്യൻ നോവലാകുന്നു അത്. മൻ കിത്തബഹ. ആരാണ് അത് എഴുതിയിട്ടുള്ളത് എന്നാണ് ചോദ്യം. ഉത്തരം ലിയോ തുൽസൂരിയാണ്. അടുത്ത ചോദ്യം നോക്കൂ. താജുൽ ബുന്ദഖിയ ദ മെർച്ചൻ്റ് ഓഫ് വെനീസ് എന്നുള്ളത് മസ്രഹിയത്തുൻ, ഒരു നാടകമാകുന്നു. ഇഞ്ചിലീസിയ, ഇംഗ്ലീഷിലൊരു നാടകമാണ് താജുൽ ബുന്ദഖിയ എന്നുള്ളത്. കാത്തിബുഹ, അതിൻ്റെ രചയിതാവ്, അത് എഴുതിയിട്ടുള്ളത് ആരാണ് എന്നാണ്. വില്യം ഷേക്സ്പിയറിൻ്റേതാണ് താജുൽ ബുന്ദഖിയ എന്നുള്ള നോവൽ കേട്ടോ. 157ാമത്തെ ചോദ്യം. 157ാമത്തെ ചോദ്യം. അൽ ഖൈമിയ ഇ ദ ആൽക്കെമിസ്റ്റ് എന്നുള്ള പുസ്തകം, അതൊരു പ്രസിദ്ധമായിട്ടുള്ള പുസ്തകമാണ്. ആരാണ് അത് എഴുതിയിട്ടുള്ളത് എന്നാണ്. ഉത്തരം പൗലോ കൊയ്ലോയാണ് കേട്ടോ. 158ാമത്തെ ചോദ്യം. മൻ ഹുവ അവ്വൽ റഈസുൽ ജംഹൂരിയത്തുൽ ഹിന്ദിയ. ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു എന്നാണ് ചോദ്യം. ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. 159ാമത്തെ ചോദ്യം. മൻ ഹുവ അവ്വൽ റഈസുൽ വസറാഇൽ ഹിന്ദിൽ മുസ്തഖില്ല.
സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു എന്നാണ്. ഉത്തരം ജവഹർലാൽ നെഹ്റുവാണ് കേട്ടോ. 160 ചോദ്യം. അവൽ വസീർ തർബിയ വ താലീം ലിൽ ഹിന്ദിൽ മുസ്തഖില്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു എന്നാണ്. ഉത്തരം അബുൽ കലാം ആസാദ് ആണ്. 161 ചോദ്യം. അല്ലഫ അബുൽ കലാം ആസാദ് തർജുമത്തുൽ ഖുർആനിൽ കരീം മാ ഹുവൽ കിതാബ്. അബുൽ കലാം ആസാദ് ഖുർആനിന്റെ പരിഭാഷ, അതിന്റെ ട്രാൻസ്ലേഷൻ എഴുതിയിട്ടുണ്ട്. അതായത് അബുൽ കലാം ആസാദ് എഴുതിയ ഖുർആന്റെ തഫ്സീർ ഏതാണ് എന്നാണ്. ഉത്തരം തർജുമാൽ ഖുർആൻ എന്നാണ് കേട്ടോ. 162 ചോദ്യം നോക്കൂ. ഷാഇറുൻ ഹിന്ദിയുൻ ഹാസ അല ജായിസത്ത് നൊബേലിൽ ആദാബ് ആം 1913 മീലാദിയ. ഇന്ത്യക്കാരനായിട്ടുള്ള ഒരു കവി, അദ്ദേഹത്തിന് 1913 നൊബേൽ പുരസ്കാരം ലഭിച്ചു എന്നാണ്. ആരാണ് ആ കവി എന്നാണ് ചോദ്യം. ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ ആണ്. 163 ചോദ്യം. മൻ ഹുവ ഖാതിലു മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയുടെ ഘാതകൻ അഥവാ മഹാത്മാഗാന്ധിയെ വധിച്ചത് ആരാണ് എന്നാണ് ചോദ്യം. നാഥൂറാം വിനായക് ഗോഡ്സെയാണ് കേട്ടോ. 164 ചോദ്യം. ഇക്തിഷാഫുൽ ഹിന്ദ്. ഇക്തിഷാഫുൽ ഹിന്ദ് എന്നുള്ളത് കിതാബുൻ, അതൊരു പ്രസിദ്ധമായിട്ടുള്ള പുസ്തകമാണ്. അത് ആരുടേതാണ് എന്നാണ്. ഉത്തരം ജവഹർലാൽ നെഹ്റുവിൻ്റേതാണ്. 165 ചോദ്യം. മാഹുവൽ ഹൈവാനുൽ വത്വനി ലിൽ ഹിന്ദ്. ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ് എന്നാണ്. ഉത്തരം ബബർ ആണ് അഥവാ കടുവ. 166 ചോദ്യം നോക്കൂ. മൻഹുവൽ മഅറൂഫ് ബി അസ്വദി മൈസൂർ. മൈസൂർ സിംഹം എന്നറിയപ്പെടുന്നത് ആരാണ് എന്നാണ്. ഉത്തരം സുൽത്താൻ ടിപ്പു സുൽത്താനാണ് മൈസൂർ സിംഹം എന്നറിയപ്പെടുന്നത്. 167 ചോദ്യം നോക്കുമ്പോൾ യോറഫു ബിറജുൽ തൊയ്രിൽ ഹിന്ദി. ഇന്ത്യൻ ബേഡ്സ്മാൻ, ഇന്ത്യൻ പക്ഷികളുടെ മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ് എന്നാണ്. ഡോക്ടർ സാലിം അലിയാണ് ഇന്ത്യൻ ബേഡ്സ്മാൻ എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം. ഐനത്തഖഉ അൽ ഖൽഅത്തുൽ ഹംറാ. ചെങ്കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്നാണ്. ഉത്തരം ഡൽഹിയാണ്. ഡൽഹിയിലാണ് ചെങ്കോട്ട സ്ഥിതി ചെയ്യുന്നത്. 169 ചോദ്യം. ഐനത്തഖഉ അൽ മനാറാത്തുൽ അർബഅ. അൽ മനാറാത്തുൽ അർബഅ അഥവാ ചാർമിനാർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ്. ഉത്തരം ഹൈദരാബാദാണ്. അടുത്ത ചോദ്യം നോക്കൂ. മൻ ഹുവ മുഅസ്സിസു ജാമിയത്തു അലിഗഡ് അൽ ഇസ്ലാമിയ. ജാമിയ അലിഗഡ് അൽ ഇസ്ലാമിയ എന്നുള്ള യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് ആരാണ് എന്നാണ് ചോദ്യം. ഉത്തരം സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. സർ സയ്യിദ് അഹമ്മദ് ഖാനാണ് ജാമിയ അലിഗഡ് സ്ഥാപിച്ചത്. അടുത്ത ചോദ്യം. മൻ ഹുവ അവ്വലു റഈസുൽ വുസറാഇൽ വിലായത്തി കേരള. കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു എന്നാണ്. ഉത്തരം EMS നമ്പൂതിരിപ്പാടാണ്. EMS നമ്പൂതിരിപ്പാടാണ് കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി എന്നുള്ളത്. അടുത്ത ചോദ്യം നോക്കും. മൻ ഹുവ അവൽ വസീർ താലീം ഫി വിലായത്തി കേരള. കേരളത്തിൻ്റെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു എന്നാണ്. ഉത്തരം ജോസഫ് മുണ്ടശ്ശേരിയാണ്. അടുത്ത ചോദ്യം നോക്കൂ. മൻ ഹുവ മുഅസ്സിസു ജാമിയത്തു കാലിക്കറ്റ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപകൻ ആരാണ് എന്നാണ്. ഉത്തരം CH മുഹമ്മദ് കോയയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപകൻ. അടുത്ത ചോദ്യം നോക്കൂ. ഐനത്തഖഉ ജാമിഅത്തു മലയാളം. മലയാളം യൂണിവേഴ്സിറ്റി അഥവാ മലയാള സർവകലാശാല എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ്. ഉത്തരം തിരൂരാണ്. മലപ്പുറം ജില്ലയിലെ തിരൂരിലാണ് മലയാള സർവകലാശാല സ്ഥിതി ചെയ്യുന്നത്. 175 ചോദ്യം. അക്ബർ മുഖാത്തഅ ഫി വിലായത്തി കേരള. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ് എന്നാണ്. ഉത്തരം ഇടുക്കിയാണ്. 176 ചോദ്യം. ഫി അയ്യ മുഖാത്തഅത്തിൻ സദ്ദി മലമ്പുഴ. മലമ്പുഴ ഡാം ഏത് ജില്ലയിലാണ് എന്നാണ് ചോദ്യം. ഉത്തരം പാലക്കാടാണ്. അടുത്ത ചോദ്യം നോക്കൂ. ഐന തഖഉ അൽ മഹ്കമത്തുൽ ആലിയ ഫി കേരള. കേരളത്തിൻ്റെ ഹൈക്കോടതി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ്. ഉത്തരം കൊച്ചിയിലാണ് കേരള ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത്. അവ്വല മുഫത്തിഷിൻ ലി തഅലീമിൽ മുസ്ലിമീൻ ഫി വിലായത്തി കേരള. കേരളത്തിൻ്റെ ആദ്യത്തെ IME ആരായിരുന്നു എന്നാണ്. ഉത്തരം അൽ മൗലവി കരുവള്ളി മുഹമ്മദ് മൗലവിയായിരുന്നു ആദ്യത്തെ IME എന്നുള്ളത്. ഇനി 179 ചോദ്യം. അക്ബർ നെഹ്റിൻ ഫി വിലായത്തി കേരള. കേരളത്തിലെ ഏറ്റവും വലിയ നദി ഏതാണ് എന്നാണ്. ഉത്തരം നെഹ്റു പെരിയാറാണ്. പെരിയാർ നദിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ നദി.
മാഹിയൽ ഫാക്കിഹത്തുർ റസ്മിയ ലിവിലായത്തി കേരള. കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലം ഏതാണ് എന്നാണ് ഉത്തരം. ഫനസ്, ചക്കയാണ് കേരളത്തിൻ്റെ ഒഫീഷ്യൽ ഫ്രൂട്ട് എന്നുള്ളത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് GK ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ബാങ്കിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇനി ടീച്ചർ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ചില ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഡേയ്സുകളാണ്, അതായത് പ്രധാനപ്പെട്ട ദിവസങ്ങൾ കേട്ടോ. നമുക്കതിൽ വരുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. നോക്കൂ, അൽ അയ്യാമുൽ മുഹിമ്മ, അതിലൊന്നാമത്തെ ചോദ്യം നോക്കൂ. മത്താ നെഹ്തഫിലു അൽ യൗമുൽ ജംഹൂരി ലിൽ ഹിന്ദ്. ഇന്ത്യൻ റിപ്പബ്ലിക് ഡേ എന്നാണ് നമ്മൾ ആചരിക്കുന്നത് എന്നാണ് ഉത്തരം. സിത്തും വഇശ്രീന യനായിർ, ജനുവരി 26 റിപ്പബ്ലിക് ഡേ ആയിക്കൊണ്ട് ആചരിക്കുന്നത്. 152ാമത്തെ ചോദ്യം. യോമ ഷഹീദ് ഫിൽ ഹിന്ദ്, ഇന്ത്യയിൽ രക്തസാക്ഷിത്വ ദിനം എന്നാണ് ഉത്തരം. സലാസൂന യനായിർ, ജനുവരി 30. അടുത്ത ചോദ്യം നോക്കൂ. അൽയോമുൽ ആലമീലിൽ ലൊആത്തിൽ ലോക മാതൃഭാഷാ ദിനം എന്നാണ് ചോദ്യം. വാഹിദും വഇശ്രീന ഫെബ്രുവരി 21 ലോക മാതൃഭാഷാ ദിനം എന്നുള്ളത്. അൽയോമുൽ ആലമീലിൽ ലോക വനിതാ ദിനമായിക്കൊണ്ട് ആചരിക്കുന്നത് എന്നാണ് ചോദ്യം. അസാമിൻ മാർച്ച് 8 ലോക വനിതാ ദിനമായിക്കൊണ്ട് ആചരിക്കുന്നത്. അൽയോമുൽ ആലമീലി തശ്ചീർ, ലോക വനദിനമായിക്കൊണ്ട് ആചരിക്കുന്നത് എന്നാണ് വാഹിദും വഇശ്രീന മാർച്ച് 21. അൽയോമുൽ ആലമീലിൽ മിയാഹ്, ലോക ജലദിനമായിക്കൊണ്ട് ആചരിക്കുന്നത് എന്നാണ് ചോദ്യം. സാനി വഇശ്രീന മാർച്ച് 22 ലോക ജലദിനമായിക്കൊണ്ട് ആചരിക്കുന്നത്. അടുത്ത ചോദ്യം. യൗമുൻ യുഹ്തഫലു ബിയൗമി സിഹ്ഹത്തിൽ ആലമി, ലോകാരോഗ്യ ദിനമായിക്കൊണ്ട് ആചരിക്കുന്നത്, വേൾഡ് ഹെൽത്ത് ഡേ ആയിക്കൊണ്ട് ആചരിക്കുന്നത് എന്നാണ് ഉത്തരം. അസ്സാബിഅ ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനമായിക്കൊണ്ട് ആചരിക്കുന്നത്. ഇനി 187ാമത്തെ ചോദ്യം. യോമ മീലാദി BR അംബേദ്കർ, BR അംബേദ്കറുടെ ജന്മദിനം എന്നാണ് അറാബി ആഷറ ഏപ്രിൽ 14 അംബേദ്കറുടെ ജന്മദിനം. 188ാമത്തെ ചോദ്യം നോക്കൂ. അൽയോമുൽ ആലമീലിൽ കിതാബ്, ലോക പുസ്തക ദിനം എന്നാണ് ചോദ്യം. ഉത്തരം. സലാസും വഇശ്രീന ഏപ്രിൽ 23 പുസ്തക ദിനമായിട്ട് ആചരിക്കുന്നത്. അൽയോമുൽ ആലമീലിൽ ഉമ്മാൽ, ലോക തൊഴിലാളി ദിനമായിക്കൊണ്ട് ആചരിക്കുന്നത് എന്നാണ് അല്ലവൽ മെയ് 1 തൊഴിലാളി ദിനമായിക്കൊണ്ട് ആചരിക്കുന്നത്. 190ാമത്തെ ചോദ്യം നോക്കൂ. അയ്യോമി യുഹ്തഫലു ബിയൗമിൽ ആലമീലിൽ ബിഅ, ലോക പരിസ്ഥിതി ദിനമായിക്കൊണ്ട്, എൻവിറോൺമെൻ്റൽ ഡേ ആയിക്കൊണ്ട് ആചരിക്കുന്നത് എന്നാണ് ഉത്തരം. അൽഹാമിസ് യൂനിയോ, ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായിക്കൊണ്ട് ആചരിക്കുന്നത്. യോമുൽ ഖിറാഅ, വായനാ ദിനമായിക്കൊണ്ട് ആചരിക്കുന്നത് എന്നാണ് 19 യൂനിയോ, ജൂൺ 19 വായനാ ദിനമായിക്കൊണ്ട് ആചരിക്കുന്നത്. അൽയോമുൽ ആലമിലി മുകാഫഹത്തിൽ മുഖദ്ദിറാത്ത്, ലോക ലഹരി വിരുദ്ധ ദിനമായിക്കൊണ്ട് ആചരിക്കുന്നത് എന്നാണ് ചോദ്യം. സിത്തും വഇശ്രീന യൂനിയോ, ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനം. യോമ ബഷീർ ദിനമായിക്കൊണ്ട് ആചരിക്കുന്നത് എന്നാണ് അൽഹാമിസ് യൂലിയോ, ജൂലൈ 5 ബഷീർ ദിനമായിക്കൊണ്ട് ആചരിക്കുന്നത്. 194ാമത്തെ ചോദ്യം. യോമ ഹിരോഷിമ ദിനം എന്നാണ് അസാദിസ് ഓസ്തസ്, ഓഗസ്റ്റ് 6 ഹിരോഷിമ ദിനമായിക്കൊണ്ട് ആചരിക്കുന്നത്. 195ാമത്തെ ചോദ്യം നോക്കൂ. ഫി അയ്യോമിൻ നെഹ്തഫിലുൽ ഹിന്ദു ബിഈദിൽ ഇസ്തിഖ്ലാൽ, ഇന്ത്യയിലെ സ്വതന്ത്ര ദിനമായിക്കൊണ്ട് ആചരിക്കുന്നത് എന്നാണ് ഉത്തരം. 15 ഓസ്തസ്, ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനമായിക്കൊണ്ട് ആചരിക്കുന്നത്. അയ്യോമിൻ യുഹ്തഫലു ബിയൗമിൽ വത്നി ലിർറിയാദ, ദേശീയ കായിക ദിനമായിക്കൊണ്ട്, നാഷണൽ സ്പോർട്സ് ഡേ ആയിക്കൊണ്ട് ആചരിക്കുന്നത് എന്നാണ് 29 ഓസ്തസ്, ഓഗസ്റ്റ് 29 ദേശീയ കായിക ദിനമായിക്കൊണ്ട് ആചരിക്കുന്നത്. മീലാദ് ഗാന്ധി, മഹാത്മാഗാന്ധിയുടെ ജന്മദിനം എന്നാണ് അസാനി ഒക്ടോബർ 2 ഗാന്ധിജിയുടെ ജന്മദിനം. മീലാദു ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം എന്നാണ് 14 നവംബർ 14 ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം.
യോമ ഹുഖൂഖിൽ ഇൻസാൻ മനുഷ്യാവകാശ ദിനം എന്നാണ് ചോദ്യം. അൽ ആഷിർ ഡിസംബർ 10 മനുഷ്യാവകാശ ദിനമായിക്കൊണ്ട് ആചരിക്കുന്നത്. ഇനി 200-ാമത്തെ ചോദ്യം, അൽയോമുൽ ആലമീലുൽ ലുഗത്തിൽ അറബിയ ലോക അറബി ഭാഷാ ദിനമായിക്കൊണ്ട് ആചരിക്കുന്നത് എന്നാണ്. 13 ഡിസംബർ 18 ലോക അറബി ഭാഷാ ദിനമായിക്കൊണ്ട് ആചരിക്കുന്നത്. അപ്പോൾ മക്കളെ, ഇത്രയും ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ബാങ്കിൽ വരുന്നത് കേട്ടോ. 200 ചോദ്യങ്ങളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ടീച്ചർ ഇത് 4 ഭാഗങ്ങളായിട്ടായിരിക്കും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ 4 ഭാഗം നിങ്ങൾ കണ്ട് എല്ലാ ക്വസ്റ്റ്യനും നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോ ഇവിടെ ടീച്ചർ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. അതോടൊപ്പം തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോവരുതേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.